ആലങ്കാരിക ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കുന്നു, സമയം വൈകിയതുകൊണ്ട്. എനിക്ക് കിട്ടിയ ക്ഷണക്കത്തിലെ 3 വിഷയങ്ങളുണ്ട്. നിങ്ങൾ രണ്ടിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പരിദേവനമാണ്. എൻ്റെ പേര് കനകരാജ് എന്നാണ്. കോട്ടയത്ത് ഒരു കച്ചവടം നടത്തുന്ന ആളാണ്. അപ്പോൾ ഒന്ന് പരിദേവനമാണ്, രണ്ടാമത് കണ്ടത് സ്നേഹസമ്പാദവും, മൂന്നാമത് കണ്ടത് സംശയ നിവാരണവും. അപ്പം പരിദേവനത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, കാര്യം പരിദേവനം ധാരാളം ഉണ്ടാവും പറഞ്ഞു തീർക്കാൻ, അതുകൊണ്ട് അതിലേക്ക് പോടില്ല. ആ സ്നേഹസമ്പാദത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുസ്തഫ തൻവീർ പ്രസംഗിച്ച ഭാഗങ്ങളൊക്കെ ധാരാളം കേട്ടു. ഏതാണ്ട് കുറച്ചൊക്കെ ഖുർആൻ പഠിച്ചിട്ടുള്ളൂ. എങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു 50-ാം വയസ്സിലാണെന്ന് തോന്നുന്നു മക്കയിലും മദീനയിലും വളരെ ജനങ്ങൾക്ക് മാതൃകയായ ഒരു സാമൂഹ്യ ഭരണക്രമം നടപ്പിലാക്കിയതായിട്ട് വായിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു ഭരണക്രമമാണ് ലോകത്തെമ്പാടും ഉണ്ടാകേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനും സമ്മതിക്കും. പക്ഷെങ്കിൽ ഇത്ര ലോകത്ത് എല്ലാ ഭാഗങ്ങളിലുമുള്ള ഒരു ജനവിഭാഗം എന്ന് പറയാവുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളും ധാരാളമുണ്ട് തന്നെ. എന്നാൽ നാളിതുവരെ ഒരു മാതൃകാപരമായ ഒരു ഭരണക്കാഴ്ച മുഹമ്മദ് നബി അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഒരു ഭരണക്രമം ലോകത്തെങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കുള്ള സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് പറയാൻ കാരണമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയുണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടാക്കി. നമ്മളിപ്പോൾ പറയാതൊക്കെ പൊളിഞ്ഞില്ലേന്ന് ചോദിക്കും. ശരിയാ, കുറേ പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരും മനുഷ്യനെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യ നീതിയുടെ പശ്ചാത്തലത്തിലാണ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും നല്ല വശങ്ങളൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഈ കുത്തക നമ്മൾ നേരത്തെ പറയുന്ന കമ്പോള വ്യവസ്ഥയുടെയോ അല്ലെങ്കിൽ കുത്തക മുതലാളിത്തത്തിനോ ഒക്കെ എതിരായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇന്നും ചൈന രാജ്യം ലോകത്തെ 1-ാം കിട രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് കൺട്രി അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെയോ ഭരണമല്ല, ഒരു സ്റ്റേറ്റാണ് ഭരിക്കുന്നത്. മാത്രമല്ല ഇന്ന് അമേരിക്കൻ ഡോളറിൻ്റെ വില നിശ്ചയിക്കുന്നത് പോലും ചൈന എന്ന് പറയുന്ന മഹാരാജ്യമാണെന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഡോളറിന് വില കൂടി ഇന്നലെ ചൈനയുടെ കമ്പോള വ്യവസ്ഥിതി നിലനിൽക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു സംവാദത്തിൻ്റെ ഭാഗമായിട്ടോ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മാതൃകാ സംവിധാനം ലോകത്ത് പിന്നെ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നമുക്ക് മാതൃകയായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല? ഒന്ന്. രണ്ടാമത്തേത് ഒരു സംശയമാണ്. സംശയം വേറൊന്നുമല്ല, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് സയൻസിൻ്റെ ബേസിൽ അതിഭീകരമായ വേഗതയോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഏത് കാര്യത്തിനും സയൻസ്, ഇപ്പോൾ ക്ലോണിങ്ങിൻ്റെ കാര്യം തന്നെ അക്ബർ സാർ ഇപ്പോൾ പറയുന്നത് കേട്ടു. അപ്പോൾ അത്രയ്ക്ക് സയൻസ് പുരോഗമിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. ഇനി വരുന്ന ജനറേഷൻ, നമ്മളിപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും ശരി, ഞാൻ ഹിന്ദു ആണെങ്കിലും ശരി, ക്രിസ്ത്യാനിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഇനി വരുന്ന ജനറേഷൻ ഈ സയൻസിൻ്റെ പശ്ചാത്തലത്തിലുള്ള പഠനവും പഠന സാമഗ്രികളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ തരണത്തിൽ എനിക്ക് സാധാരണ ഒരു പഠിതാവെന്നുള്ള നിലയ്ക്ക്, നമ്മുടെ കാലം കഴിഞ്ഞിരിക്കുന്നു എങ്കിലൊരു സാധാരണ പഠിതാവെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സംശയമുണ്ട്. ഞാൻ കുറച്ച് സയൻസ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ്, കൂടുതൽ എനിക്ക് അറിയത്തില്ല, ജ്ഞാനമില്ല. എങ്കിലും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സയൻസിൻ്റെ ഒരു വേർഷനുണ്ട്. പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചുള്ള സയൻസിൻ്റെ വേർഷൻ ഒരു ബിഗ് ബാങ് തിയറിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിഗ് ബാങ് തിയറി ഉണ്ടാകുന്നത് ഒരു സിംഗുലാരിറ്റി പ്രോസസ്സിൽ നിന്നാണെന്നാണ്. അത് സയൻസിൻ്റെ വെർഷൻ. ഞാൻ എവിടെയോ ബൈബിളിൻ്റെ ഏതൊരു പശ്ചാത്തലം വായിച്ചപ്പോൾ ആദിയിൽ വചനമുണ്ടായി, വചനം രൂപമായി എന്ന് പറയണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്രിസ്തു ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. അപ്പോൾ ഈ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അത് രൂപമായി മാറി എന്നും പറയണം. ഹിന്ദുക്കൾ ഈ വചനത്തെ, അല്ലെങ്കിൽ അതൊരു വചനം എന്ന് പറയുമ്പോൾ ഭാഷയാണ്, അതിനെ ശബ്ദം എന്നുള്ള ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് ശബ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാധനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളും രൂപപ്പെടുത്തുകയും അതിനെ മന്ത്രം തന്ത്രശാസ്ത്രങ്ങളെന്ന് പറഞ്ഞ് അനുവർത്തിക്കുകയും ഇന്നത്തെ ഹൈന്ദവ മതത്തിൻ്റെ ഒരു ഏതാണ്ടൊരു ചട്ടക്കൂട് അതാണ്. ഇങ്ങനെയുള്ളത് മൂന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇസ്ലാം മതത്തിന് ഈ വിധത്തിൽ എന്തെങ്കിലും ഒരു പശ്ചാത്തലമുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞു തന്നാൽ കൊള്ളാം. അത്രയോ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി. ഇതുപോലൊരു സംവാദനത്തിന് സൗകര്യം തന്ന, ഇത് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞോളൂ.
ബഹുമാനായ സുഹൃത്ത് കനകരാജ് 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചതുപോലെയുള്ള ഒരു പൂർണ്ണമായും മാതൃകായോഗ്യമായ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എന്തുകൊണ്ട് ഇന്നുണ്ടാകുന്നില്ല? രണ്ടാമത്തേത്, പ്രപഞ്ച ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സയൻസ് പറയുന്നത് പോലെ ഉള്ള എന്ത് തലമാണ് ഇസ്ലാം പറയുന്നത്? ഹൈന്ദവ ദർശനങ്ങൾ വചനത്തെക്കുറിച്ച് പറയുന്നു, ഇതേപോലെ എന്താ പറയുന്നത്? ഒന്നാമതായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാതൃകാ പുരുഷനാണ്. പ്രവാചകൻ്റെ 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് അഥവാ പ്രവാചകത്വം ലഭിക്കുകയും 13 വർഷക്കാലം മക്കയിൽ ജീവിക്കുകയും പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് മക്കയിൽ ജീവിച്ച് അവസാനം തൻ്റെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പലായനം ചെയ്യുകയും അങ്ങനെ പലായനം ചെയ്യപ്പെട്ട നാട്ടിൽ അദ്ദേഹം സ്വീകരിക്കപ്പെടുകയും ആ സ്വീകരിക്കപ്പെട്ട് അന്നത്തെ ഗോത്രാധിപത്യ വ്യവസ്ഥിതി പ്രകാരം നടന്നിരുന്ന നാട്ടിൽ അദ്ദേഹം രാഷ്ട്ര നേതൃത്വം ഏറ്റെടുക്കുകയും മാതൃകായോഗ്യമായ രാഷ്ട്രത്തിന് രൂപം നൽകി ലോകത്തിന് മാതൃകയായി തീരുകയുമാണ് ചെയ്തത്. ഇത് ചരിത്രത്തിലുള്ളതാണ്, ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ സംഭവിച്ചതാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ദർശനവും ഇസ്ലാമും തമ്മിൽ ഒരു സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുള്ള വീക്ഷണത്തിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് ദർശനം മനുഷ്യനെ കാണുന്നത് പദാർത്ഥത്തിൻ്റെ പരിണാമത്തിനടക്ക് ഉരുത്തിരിഞ്ഞൊരു ജീവിയായിട്ടാണ്. അങ്ങനെയാകുമ്പോൾ ഈ ചുറ്റുപാടുകളും വ്യവസ്ഥിതിയും നന്നായി കഴിഞ്ഞാൽ മനുഷ്യർ സ്വാഭാവികമായി തന്നെ നന്നാകുമെന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൻ്റെ അടിത്തറ. മനുഷ്യനെ കേടുവരുത്തുന്നത് സ്വകാര്യ സ്വത്താണ് എന്നും സ്വാർത്ഥതയാണ് അടിസ്ഥാനപരമായി തന്നെ മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്ന വികാരമെന്നും സ്വാർത്ഥത ഉണ്ടാകുന്നത് സ്വകാര്യ സ്വത്തിൽ നിന്നാണ് എന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നാണെന്നും ക്യാപിറ്റൽ സ്വകാര്യ സ്വത്ത് ഇല്ലാതെയായാൽ മാത്രമേ ഒരു സ്ഥിതിസമത്വം ഉണ്ടാവുകയുള്ളൂ എന്നും സ്ഥിതിസമത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ സ്വകാര്യ സ്വത്തിനെ പൂർണ്ണമായി നിർമൂലനം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയും അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയും ഉണ്ടാകും എന്നുമുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറ. അഥവാ മുകളിൽ നിന്നൊരു സാമൂഹ്യ മാറ്റത്തെയാണ് കമ്മ്യൂണിസം കാണുന്നത്. ഇസ്ലാം കാണുന്നത് അങ്ങനെയല്ല. ഇസ്ലാം കാണുന്നത് വ്യക്തിയാണ് അടിസ്ഥാനപരമായ യൂണിറ്റ് എന്നാണ്. വ്യക്തിയിൽ ഉണ്ടാകുന്ന പരിവർത്തനമാണ് അയാളെ സംസ്കരിക്കുന്നത് എന്നും സംസ്കരിക്കപ്പെട്ട വ്യക്തി കുടുംബത്തിലുണ്ടാകുമ്പോൾ ആ കുടുംബം സംസ്കരിക്കപ്പെടുമെന്നും ആ സംസ്കരിക്കപ്പെട്ട വ്യക്തി കുടുംബമോ സമൂഹത്തിലുണ്ടാകുമ്പോൾ അതനുസരിച്ച് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ സംസ്കരിക്കപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാകുന്നു. അങ്ങനെ സംസ്കരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടായ്മ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൊരു സാമൂഹ്യ വ്യവസ്ഥിതി മാതൃകാപരമാകുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അടിയിൽ നിന്നാണ് ഇസ്ലാം തുടങ്ങുന്നത് അർത്ഥം. കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് നീണ്ട 70 വർഷക്കാലം സ്വകാര്യ സ്വത്തിനെ നിർമൂലനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമം അവസാനം പൊട്ടിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ സ്വകാര്യ സ്വത്തില്ലായ്മ ചെയ്യാൻ വേണ്ടി സോവിയറ്റ് റഷ്യയിൽ ശ്രമിച്ചിട്ടുണ്ട്. നീണ്ട 70 വർഷക്കാലം അവിടുത്തെ പാവപ്പെട്ട കർഷകരുടെ സമ്പാദ്യങ്ങൾ അവരുടെ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവരുടെ സമ്പാദ്യങ്ങൾ പിടിച്ചെടുക്കുകയും പാടങ്ങൾ കൊയ്തെടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് അവിടുത്തെ സ്റ്റാലിൻ ഭരണകൂടവും ക്രൂഷ്ചേവ് ഭരണകൂടവും എല്ലാം മുന്നോട്ട് പോയത്. പക്ഷേ അങ്ങനെ എല്ലാമായിട്ടും അവർ മുതലാളിത്തത്തിലേക്ക് ഒരു അറ്റച്ചാട്ടം ചാടി കിട്ടിയ ചാൻസിൽ അതുകൊണ്ടാണ് പറയുന്നത് കമ്മ്യൂണിസം പരാജയപ്പെട്ടു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അങ്ങനെ ഒരു പ്രതീക്ഷയെ പുലർത്തുന്നില്ല. സാമൂഹ്യ മാറ്റത്തിലൂടെ ആളുകളെ നന്നാക്കി കളയാം, മറിച്ച് വ്യക്തികൾ നന്നാകുമ്പോൾ സമൂഹം നന്നാകും എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം. അപ്പം അതുകൊണ്ട് തന്നെ എവിടെ രാഷ്ട്ര നേതൃത്വം നന്നായിട്ടുണ്ടോ അവിടെയെല്ലാം മാതൃകാപരമായ സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
എവിടെ വ്യക്തികൾ നന്നായിട്ടുണ്ടോ അവിടെയെല്ലാം എവിടെ വ്യക്തികൾ നന്നായിട്ടുണ്ടോ അവിടെ മാതൃകായോഗ്യമായ രാഷ്ട്ര നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്ര നേതൃത്വവും വ്യക്തികളും കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ സാമൂഹ്യ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് പറഞ്ഞത് എന്താണ്? ഖലീഫ ഉമറിൻ്റെ നീതിയാണ്, ഭരണമാണ് ഇവിടെ വരേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ഗാന്ധിജിക്ക് ഖലീഫ ഉമറുമായിട്ടുള്ള ബന്ധം? ചരിത്രകാലഘട്ടത്തിൽ മാനവികമായ മാനുഷികമായ നീതി നിലനിർത്തിയത് ഖലീഫ ഉമറിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുസ്ലിം രാഷ്ട്ര നേതാക്കളിൽ ഒരാളായിരുന്നു ഖലീഫ ഉമർ. ഞാൻ പറയുന്നത് മുഹമ്മദ് നബിക്ക് ശേഷം ഇപ്പോൾ ഒരുപാട് തലമുറകളിൽ അത് നിലനിന്നിട്ടുണ്ട്. പിന്നെയും പല തലമുറകളിലും ഉണ്ടായിട്ടുണ്ട്, ഇടക്കിടക്കുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം എന്താണെന്ന് വെച്ചാൽ വ്യക്തികൾ നന്നാകുമ്പോൾ അതിനനുസരിച്ച് രാഷ്ട്ര സംവിധാനത്തിൽ മാറ്റം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ 100% മാതൃകായോഗ്യമല്ലെങ്കിൽ പോലും, അതിന് മാതൃകായോഗ്യമല്ലാത്തതിന് കാരണം അവരെയും സാംസ്കാരികമായി അധപ്പതിപ്പിക്കുവാൻ വേണ്ടി പുറത്തു നിന്നൊന്നും പോകാത്തതുകൊണ്ട് ആകാശത്തു കൂടിയാണ് ഇപ്പോൾ ഭരണ സംസ്കാരം. ഒരു രക്ഷയില്ല, നമുക്കറിയാലോ. ഇപ്പോൾ വരുന്ന സാംസ്കാരികമായ അധിനിവേശം എന്നുള്ളത് ആകാശത്തിലൂടെയാണ്. ആർക്കും തടുത്തു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലാണ്, അല്ലേ? മാന്യമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും, ഒരു സമൂഹത്തിന് പോലും തടുക്കാൻ പറ്റാത്ത രൂപത്തിൽ തുണിയഴിച്ചിട്ട ആ രതികൾ, ആ തുണിയഴിച്ചിട്ട ജീവിതം നമ്മുടെ സ്വകാര്യ സ്വീകരണ മുറികളിലേക്കും ടെലഫോണുകളിലേക്കും കടന്നു വരുന്ന ഒരു കാലമാണ്. തീർച്ചയായും അതിൻ്റെ പ്രശ്നങ്ങൾ ഏത് സമൂഹത്തിലുണ്ടാകും. എന്നാൽ ഇന്നും ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ കുറവ് എവിടെയാണെന്ന് പരിശോധിക്കുക. ഏറ്റവും അധികം പരസ്പരമുള്ള ആദരവ് നിലനിൽക്കുന്നത് എവിടെയാണെന്ന് പരിശോധിക്കുക. ഏറ്റവും അധികം പാതിരാക്കും സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നത് എവിടെയാണെന്ന് പരിശോധിക്കുക. ഏറ്റവും അധികം കളവും വ്യഭിചാരവും എല്ലാം കുറവ് എവിടെയാണെന്ന് പരിശോധിക്കുക. തീർച്ചയായും ഞാൻ 100% പെർഫെക്ഷൻ എന്ന് എവിടെയും പറയുന്നില്ല. ഇതിനെല്ലാമുള്ള ഉത്തരം ഇസ്ലാമികമായ സാമൂഹ്യക്രമം നിലനിൽക്കുന്ന നാടുകളിൽ എന്ന് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ നിയമങ്ങൾ നടപ്പാക്കേണ്ട രൂപത്തിൽ പോയാൽ അതിൻ്റെ അടിത്തറ വ്യക്തികളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു ചെന്നാൽ തീർച്ചയായും മാറ്റമുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിക രാഷ്ട്രത്തിന് മാത്രം ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം മാത്രം ഞാൻ പറയട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് സംഗതി. പ്രവാചകന്റെ സദസ്സിലേക്കൊരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, ഞാനിതാ എൻ്റെ ദുർബലമായ നിമിഷത്തിൽ ഞാൻ അന്യയായ ഒരു സ്ത്രീയുമായി ശാരീരികമായി ബന്ധപ്പെട്ടു പോയി. ഞാൻ വിവാഹിതനാണ്. അങ്ങനെ വിവാഹിതനായ ഒരാൾ അന്യ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാൾ അത് 4 സാക്ഷികൾ മൂലം തെളിയിക്കപ്പെട്ടാൽ അയാൾക്ക് മരണം വരെ കല്ലേറാണ് ഇസ്ലാമിക വിധി. അയാൾ പറയാണ്, ഞാനിതായി തെറ്റ് ചെയ്തു പോയി, തെറ്റിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു, പക്ഷേ രാഷ്ട്ര സംവിധാനം നടപ്പാക്കേണ്ട വിധി എൻ്റെ മേൽ നടപ്പാക്കണം. അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയുമല്ലാതെ മറ്റൊരാളും, ദൈവമല്ലാതെ മറ്റൊരാളും അറിഞ്ഞിട്ടില്ലാത്ത സംഭവം സ്വയം പറഞ്ഞ് അല്പം നിഷ്കൃഷ്ടമെന്ന് നമുക്ക് തോന്നുന്ന ശിക്ഷ ഏറ്റെടുക്കാൻ സന്നദ്ധമായി രംഗത്ത് വരുന്നത് ഈ മാനസിക പരിവർത്തനം നടക്കുന്നത് കൊണ്ടാണ്. നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ സ്വകാര്യവും പരസ്യവും എല്ലാം അറിയാവുന്ന സട്ടാവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള ബോധം വളർന്നപ്പോഴാണ് ആ മാറ്റം ഉണ്ടായത്. ആ ബോധം വളർത്താനാണ് മുസ്ലിങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമൂഹത്തിലാണെങ്കിലും ആ ബോധം ഇല്ലാതാകുമ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടാകും. അതാണ് പലപ്പോഴും മുസ്ലിം സമൂഹത്തിനും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായി, ഇസ്ലാമിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് ബിഗ് ബാങ് നടന്നിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നു. ബൈബിള് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായി എന്ന് പറയുന്നു, അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നു. ഹൈന്ദവ ദർശനത്തിലും ചില ശബ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം, ഈ പ്രപഞ്ചം ഒരു സിംഗുലാരിറ്റിയിലൊന്നുണ്ടായതാണ് എന്ന്. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയയിലെ 30-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ.
അവിശ്വാസികൾ അറിയുന്നില്ലേ, ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ പിണ്ഡമായി നിലനിൽക്കുകയായിരുന്നു എന്നും പിന്നീട് നാം ആണ് ഇവയെല്ലാം വേർപെടുത്തിയത് എന്നുമുള്ള വസ്തുത ഇവരറിയുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും പ്രാപഞ്ചിക വസ്തുക്കളുമെല്ലാം ഒന്നിച്ചൊരുമിച്ചായിരുന്നു എന്നും ദൈവം തമ്പുരാൻ സ്രഷ്ടാവിൻ്റെ ഒരു സൃഷ്ടിക്രമത്തിൻ്റെ ഭാഗമായി അവയെ വേർപെടുത്തി മാറ്റുകയാണുണ്ടായത് എന്നുമുള്ള കാര്യം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എഡ്വിൻ പി ഹബിൾ 1929 പ്രപഞ്ച വികാസത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടാണ് പിന്നീട് അതിൽ നിന്നാണ് എഡ്വേർഡ് ലൈമാത്രെ ബിഗ് ബാങ് തിയറി ഉണ്ടാക്കുന്നതും ആ ബിഗ് ബാങ്ങിനെ കുറിച്ചുള്ള പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 1971 ആയപ്പോഴേക്ക് ശാസ്ത്രലോകം കോസ്മോളജിയുടെ രംഗം പൂർണ്ണമായി ബിഗ് ബാങ് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ചവൻ പറയുന്നത് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഇതാണ്. ഇതിൽ സ്രഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതിൻ്റെ അവൻ്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ അവൻ്റെ കൃത്യമായ കൺട്രോളിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിയന്ത്രണത്തിലാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നത്. ബിഗ് ബാങ് ആണെങ്കിലും അതിന് ശേഷമുള്ളതാണെങ്കിലുമല്ല. ബിഗ് ബാങ് വളരെ യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ് എന്ന രൂപത്തിലാണ് ശാസ്ത്രലോകം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. അത് ശാസ്ത്രജ്ഞന്മാരിലെ നിരീശ്വരവാദികൾക്ക് ആത്മസായുജ്യത്തിന് അവസരമുണ്ടാകുമെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതി കേവലം യാദൃച്ഛികമായൊരു പൊട്ടിത്തെറിയിൽ നിന്നുണ്ടാകില്ല എന്നെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഈ വ്യവസ്ഥിതി പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മ കണമായ ആറ്റം മുതൽക്ക് ബൃഹത്തായ ഗാലക്സികൾ വരെ, 10,000-കണക്കിന് നക്ഷത്രങ്ങളുള്ള, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ളതാണ് ഗാലക്സികൾ വരെ വളരെ കൃത്യമായൊരു ക്രമത്തിൽ, വളരെ കൃത്യമായ ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോകുന്നത് ഒരു യാദൃച്ഛികമായ പൊട്ടിത്തെറിയുടെ ഫലമായിട്ടല്ല. ശാസ്ത്രലോകം കരുതുന്നത് പോലെ തന്നെ എല്ലാം ഒരു പിണ്ഡമായിരുന്നു. പക്ഷേ നാമാണ് അതിനെ വേർപെടുത്തിയത്. അതാണ് ആ നാമിനെ ഒഴിവാക്കാനാണ് ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ഭൗതികവാദികൾ ശ്രമിക്കുന്നത്. അല്ല, സൃഷ്ടികർത്താവായ തമ്പുരാൻ ഈ പ്രപഞ്ചം ഒരു പിണ്ഡമായിരുന്നു, ആ പിണ്ഡത്തെ വേർപെടുത്തുകയും വേണ്ട ക്രമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ വല്ല സാധനകളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ നിയമങ്ങൾ സ്രഷ്ടാവിനെ അറിയുകയും സ്രഷ്ടാവിനെ മനസ്സിലാക്കുകയും അവന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഇസ്ലാമിലെ സാധനങ്ങളെല്ലാം. അവിടെയാണ് പടച്ചവനെ ശരിക്ക് മനസ്സിൽ ഉൾക്കൊണ്ട് അവനെ ആരാധിക്കുക, ആ ആരാധനാ കർമ്മങ്ങൾ ജീവിതത്തെ സംസ്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. നിങ്ങൾക്ക് ഇസ്ലാമിലെ കർമ്മങ്ങളെല്ലാം എടുത്താൽ അക്കാര്യം കാണാൻ കഴിയും. ഒന്ന് നമസ്കാരമാണ്. 5 നേരത്തെ കൃത്യമായി നമസ്കരിക്കുക. 5 നേരത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ സട്ടാവിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യലാണ്. അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് നിരന്തരമായി 5 നേരം മനസ്സിൽ എപ്പോഴും പടച്ചവനിലുള്ള ബോധം നിലനിർത്തിക്കൊണ്ടേ ഒരു മുസ്ലിമിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ തുടങ്ങി, പിന്നെ ജീവിത സന്ധാരണത്തിലേക്ക് പോയി, ഉച്ചയാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ വീണ്ടും പടച്ചവൻ്റെ മുന്നിലേക്ക് പോയി, വീണ്ടും ഒരു ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാൽ അടുത്ത സമയമായി, സായാഹ്നത്തിൽ അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിൻ്റെ സമയമായി, രാത്രി വീട്ടിലേക്ക് മടങ്ങി വരാൻ നേരത്ത് അടുത്ത നമസ്കാരത്തിൻ്റെ സമയമായി. ഇങ്ങനെ 5 നേരം കൃത്യമായി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് പടച്ചവൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന രൂപത്തിലുള്ളതാണ് ഇസ്ലാമിന് നമസ്കാരമാകുന്ന സാധന. അതേപോലെ തന്നെയാണ് സക്കാത്താണെങ്കിലും, അതേപോലെ തന്നെയാണ് നോമ്പാണെങ്കിലും. വ്രതാനുഷ്ഠാനം വരാൻ പോവുകയാണ്. ഇസ്ലാമിലെ ഒരടിസ്ഥാനപരമായ കർമ്മം ആയ വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമാണ് 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അവിടെയും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും ലൈംഗിക സമ്പൂർത്തീകരണത്തിൽ നിന്നെല്ലാം പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് പടച്ച തമ്പുരാനെ അറിയുകയും മനസ്സിലാക്കുകയും അവനെ ഉൾക്കൊള്ളുകയും അവൻ നമ്മൾക്ക് അനുവദിച്ച കാര്യങ്ങൾ അവൻ നിരോധിച്ചാൽ, അവൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ സന്നദ്ധമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യാണ്. അതേപോലെ തന്നെ സക്കാത്ത്, എന്നെ പടച്ചവനെ ഏൽപ്പിച്ച സമ്പത്ത്, അതിൽ പാവപ്പെട്ടവന് അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ അവകാശം അവനെത്തിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം. ഇങ്ങനെ ചുരുക്കത്തിൽ ഇസ്ലാമിലെ സാധനകൾ, ഇസ്ലാമിലെ കർമ്മങ്ങളെല്ലാം തന്നെ മനുഷ്യജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കുക.